നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. കടം വാങ്ങി വാങ്ങി മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ. ഖജനാവിലാണെങ്കിൽ പണവുമില്ല. കെടുകാര്യസ്ഥതയും മന്ത്രിമാർക്ക് ധൂർത്തിനും പണമുണ്ട് താനും. മുഖ്യമന്ത്രിക്ക് കട്ടൗട്ട് വെക്കാനും പരസ്യം നൽകാനും സിനിമയിൽ അഭിനയിക്കാനും എല്ലാം തന്നെ പണമുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. കടം വാങ്ങിക്കാൻ പരസ്യം നൽകിയ വകയിൽ 115 കോടി ചെലവായി എന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. കിഫ്ബി പരസ്യത്തിനായി നൽകിയത് 115 കോടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സർക്കാർ പരസ്യങ്ങൾ നൽകുന്നത് സാധാരണഗതിയിൽ PRD വഴിയാണ്. മുൻ മുഖ്യമന്ത്രിമാർ എല്ലാം തന്നെ PRD വഴിയാണ് പരസ്യം നൽകിയിട്ടുള്ളത്. ഖജനാവിൽ കോടിക്കണക്കിന് രൂപ വെറുതെ കിടന്നതുകൊണ്ടാണോ എന്നറിയില്ല, PRDക്ക് പുറമെ കിഫ്ബി വഴിയും പരസ്യം കൊടുക്കണമെന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. തന്റെ തല, തന്റെ ഫുൾ ഫിഗർ എന്നിവ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ പരസ്യം കൊണ്ട് മാത്രം സാധിക്കുമെന്ന് പിണറായിയെ ആരോ ഉപദേശിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. 3000-ഓളം ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് ഇപ്പോൾ കിഫ്ബിയുടെ പരസ്യത്തിനായി മാത്രം കളഞ്ഞു പൊളിച്ചത്. ചിത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, റെയിൽവേ ജിംഗിൾസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രചരണ മാധ്യമങ്ങൾ എന്നിവയ്ക്കാണ് കിഫ്ബി 115 കോടി ഇപ്പോൾ നൽകി കഴിഞ്ഞത്. സ്വന്തമായി വരുമാനമില്ലാത്ത സ്ഥാപനമാണ് കിഫ്ബി. സർക്കാർ ഖജനാവിൽ നിന്നും കിഫ്ബിക്കായി ഓരോ വർഷവും ഏകദേശം 4000 കോടി നൽകുന്നുമുണ്ട്. പെട്രോളിയം സെസ്, മോട്ടോർ വാഹന നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കേണ്ട പണം കിഫ്ബിയിലേക്കാണ് വകമാറ്റിയത്. ഇതുകൂടാതെ 9.723% കൊള്ളപ്പലിശയ്ക്ക് ലണ്ടനിൽ പോയി കിഫ്ബി 2150 കോടിയുടെ മസാല ബോണ്ടും വാങ്ങിക്കഴിഞ്ഞു. മസാല ബോണ്ട് 5 വർഷം കൊണ്ട് തിരിച്ചടച്ചപ്പോൾ ലാവ്ലിൻ കമ്പനിയായ CDPQന് നൽകിയത് 3195 കോടി. ലാവ്ലിൻ കമ്പനിക്ക് ലാഭം 1045 കോടിയും. മസാല ബോണ്ടിന്റെ സെക്കൻഡറി സെല്ലിംഗ് വഴിയുള്ള ലാഭം വേറെയും. ഇതാണ് ഐസക്കിന്റെ പുറകെ ED ഇപ്പോൾ നടക്കുന്നതെന്ന് വ്യക്തം. എന്നെ ചോദ്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഐസക് കോടതിയിലേക്ക് പോയതിന്റെ കാരണവും ഇതല്ലാതെ മറ്റൊന്നുമല്ല. കിട്ടാവുന്ന ബാങ്കുകളിൽ നിന്നൊക്കെ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം തന്നെ 2000 കോടി കിഫ്ബി ലോണും എടുത്തു. തിരിച്ചടവുകൾ ഈ വർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വരാൻ പോകുന്ന സർക്കാരിന്റെ തലയിലാണ് ഇനി വരാൻ പോകുന്ന കിഫ്ബിയുടെ എടുത്ത പണത്തിന്റെ, ആ ലോണിന്റെ തിരിച്ചടവ് തന്നെ. 3.50 ലക്ഷം രൂപയാണ് കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാമിന്റെ ശമ്പളം. മറ്റുള്ളവരുടെ ശമ്പളം അതിന് തൊട്ടു താഴെ. 3 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന 3 ഉദ്യോഗസ്ഥർ കിഫ്ബിയിലുണ്ട്. ധനകാര്യ വകുപ്പിൽ നിന്ന് വിരമിച്ച എബ്രഹാമിന് പ്രിയപ്പെട്ട അഡീഷണൽ സെക്രട്ടറിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. വിരമിച്ചതിന്റെ പിറ്റേ ദിവസം 2 ലക്ഷം രൂപ ശമ്പളത്തിൽ കിഫ്ബിയിൽ ജോലി കൊടുക്കുകയും ചെയ്തു. കിഫ്ബി ജോലികൾ ഏറ്റെടുക്കുന്ന SPVകളിൽ നിന്ന് എബ്രഹാമിന്റെ ശുപാർശയോടെ ജോലി ലഭിച്ച വിരമിച്ച ഉദ്യോഗസ്ഥരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഈ വർഷം കിഫ്ബിക്ക് കടം വാങ്ങാൻ അനുമതി തരില്ല എന്നാണ് ബാലഗോപാലിന്റെ നിലപാട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവപ്രതാപിയായ KM എബ്രഹാമിനോട് കളിച്ചാൽ അവിടെ നിന്നും തെറിക്കുമെന്നല്ലാതെ ബാലഗോപാലിന് മറ്റൊരു രക്ഷയുമില്ല. കിഫ്ബി ഭരിക്കാൻ പോയ ബാലഗോപാലിന് കയ്യിലിരുന്ന ധനകാര്യം പോയി കിട്ടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാലഗോപാൽ വെറും ധനമന്ത്രി മാത്രമായി മാറി. ബാലഗോപാൽ വെറും ധനമന്ത്രി എന്ന റബ്ബർ സ്റ്റാമ്പിൽ കസേരയിൽ ഇരിക്കാമെന്ന് മാത്രം. രാവിലെ ഓഫീസിൽ വരിക, ഹാജർ ബുക്കിൽ ഒപ്പിടുക, വൈകുന്നേരം വീട്ടിലേക്ക് പോവുക. ഈ പണി മാത്രമാണ് ബാലഗോപാലിന് ഇപ്പോൾ ഉള്ളത്. കിഫ്ബി ഇനിയും കടം വാങ്ങിക്കും, ഇനിയും കോടികളുടെ പരസ്യവും നൽകും. എബ്രഹാം രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തിറങ്ങുന്നു. ഇപ്പോൾ പരസ്യത്തുക 115 കോടിയിൽ നിന്ന് 500 കോടിയായി ഇനി ഉയർന്നാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല. പിണറായിയുടെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥനാണ് എബ്രഹാം. ഒരു ശിവശങ്കരന് ഒപ്പമുള്ള ഒരാൾ എന്ന് പറയുന്നതാവും. പിണറായി വിജയനോട് ഏറ്റവും അടുപ്പമുള്ള ശിവശങ്കരനെ പോലെ തന്നെ ഒരാൾ. എബ്രഹാം പറയുന്ന കാര്യങ്ങൾ മാത്രമേ പിണറായി ചെയ്യൂ. പിണറായിക്ക് കാര്യവിവരമില്ലെന്നും യഥാർത്ഥ മുഖ്യമന്ത്രി KM എബ്രഹാമുമാണെന്ന് സെക്രട്ടേറിയറ്റിലെ ചിലരും പറയുന്നുണ്ട്.